വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഞാൻ പറയുന്നില്ല ഇന്ന് നോൺ വെജ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, നിർത്തിയില്ല. വെജിറ്റേറിയൻ ചെയ്യാം, എന്താ പറയുക, കുറച്ച് സമയം വേണം. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി, പക്ഷേ എന്നാലും വെജിറ്റേറിയൻ ആരും പ്രത്യേകിച്ച് പറയുന്നില്ല ഇന്ന സാധനം വേണം എന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് മനഃപൂർവ്വമായിട്ട് ഇതിനകത്ത് ഉണ്ടാക്കാനും ഒക്കുകയില്ല. വരുന്നവർക്കാണെങ്കിൽ നമുക്ക് എന്നതേലും ഒക്കെ നല്ലതായിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തല്ലേ ഒക്കത്തുള്ളൂ. അന്നേരം അതുകൊണ്ടായി വെജിറ്റേറിയനിലോട്ട് അധികം കൈ വെക്കാതെ. ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വെജിറ്റേറിയനോ ഒരു നോൺ വെജ് അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല, അതൊരു വിഷയമാണ്. പക്ഷെ ഇന്ന് ചെയ്യാൻ പോകുന്നതും ഒരു മീൻകറിയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇപ്രാവശ്യം ഈ സീസണിൽ ഞാൻ ചെയ്തത് എനിക്കൊന്ന് കൂടുതൽ മീൻകറി ആയിരിക്കണം. എല്ലാവർക്കും ഇഷ്ടം മീൻകറിയാന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു മലബാർ ഫിഷ് കറിയാണ്. ഇനിയിപ്പം ആ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇത് എൻ്റെ ഒരു വേർഷൻ അത്രേ ഉള്ളൂ. അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ഇച്ചിരി ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ട്രിവാൻഡ്രത്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റോട് മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ വ്യത്യാസം അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന വെളിച്ചെണ്ണയാണ്. മീൻകറി എപ്പോഴും വെളിച്ചെണ്ണ ചെയ്യുന്നത് സ്വാദ്. മീൻകറിക്കും നാടൻ വിഭവങ്ങൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. ഇപ്പോൾ ചട്ടി ചൂടായി, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരിച്ചിരി കടുക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം, ഇത് സാദാ ജീരകമാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ജീരകം. ഇപ്രാവശ്യം ഞാൻ ഉലുവ അങ്ങ് മാറ്റി, അതിന് വരെ ഇത് രണ്ടും ഇട്ടു. ഇനി ഇത് നല്ലതായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത്, ഇതൊരിച്ചിരി നല്ലതായിട്ടൊന്ന് വഴന്നോട്ടെ. ഈ ഉള്ളിയും തക്കാളിയും ഇതുപോലെ എല്ലാ സാധനവും നന്നായിട്ട് വഴന്ന് ആ എണ്ണയോട് നല്ല ചേർന്ന് വന്നാലേ ഗ്രേവിക്ക് എപ്പോഴും തിക്നെസ് കിട്ടത്തുള്ളൂ. ചുമ്മാ വാട്ടിയെടുത്താൽ ഒക്കുകയില്ല, നല്ലതായിട്ട് വഴന്ന് വന്നാലേ പറ്റത്തുള്ളൂ. അതായത് വഴറ്റുക എന്ന് പറയുന്നത് ഈ എന്താ പറയുക, വാടിയിട്ട് അതൊന്ന് വേവുകയല്ല, ഇച്ചിരി മൊരിഞ്ഞ് അതിൻ്റെ കൂടെ അങ്ങ് ചേരണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ഇടുവാണ്. ഇതിനകത്ത് പച്ചമുളക് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇടുന്നുണ്ട്, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. ഇതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഞാൻ വരുത്തിയിട്ടില്ല, സാധാ മീൻകറിയെ പോലെ. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ജീരകവും പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളൊരു ഉലുവാപ്പൊടിയോ അങ്ങനെ എന്നതേലും ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇട്ടോ, ടേസ്റ്റ് കുറയൊന്നുമില്ല, കൂടത്തേ ഉള്ളൂ. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇച്ചിരി ഒന്ന് മാറ്റി നോക്കി എന്നാ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മീൻകറി വെക്കുമ്പോഴത്തേക്ക് ഉലുവ ഇടും. ഞാനത് വിചാരിച്ചു എന്നാൽ ഇപ്രാവശ്യം ഉലുവ ഇടാതെ ഈ ജീരകവും പെരിഞ്ജീരകവും ഒന്ന് ഇട്ട്, അത് സാധാരണഗതിയിൽ ചില മീൻകറിയിൽ ഇടാറുണ്ട്. അപ്പം നമ്മുടെ കറിയും അവരുടെ കറിയും കൂടെ മിക്സ് ചെയ്ത ഒരു കറിയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയത്. ചെയ്തു വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഏട്ടൻ വലിയ കുറ്റമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ മേടിക്കുന്നതാണെങ്കിൽ ഒരു ഇച്ചിരി ചേർത്താൽ മതിയേ. അതായത് ഒരു ടീസ്പൂണൊക്കെ മതി. മറ്റേ നമ്മൾ അരിഞ്ഞിടുവാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞിട്ട് വഴറ്റിയെടുത്തു. എന്നാന്ന് വെച്ചാൽ ഈ വെളിയിൽ നിന്ന് മേടിക്കുന്നതിന് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു കുത്തലുണ്ട്. അത് ഈ എണ്ണയിൽ കിടന്ന് നേരത്തെ അതൊന്ന് വാടി കിട്ടിയാലേ, അതിൻ്റെ ആ മുരിഞ്ഞ് കിട്ടിയാലേ അതിൻ്റെ ആ ഒരു കുത്തൽ മാറത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറി വെച്ച് എന്താ പറയുക, ചട്ടി കാലിയാവുന്നിടം വരെ ചൊവ്വ ഇങ്ങനെ ഉണ്ടാവും. കഴിക്കുന്ന ഓരോരുത്തരും പറയും ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പച്ചമുളകും കൂടെ ചേർക്കുക. നമ്മൾ ഈ പ്രാവശ്യം ഇതിനകത്ത് 2 മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരിയും ചേർക്കുന്നുണ്ട്, സാദാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാനായിട്ട്.
ഇനിയിപ്പോൾ അതല്ല കാശ്മീരി മുളക് പൊടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതലാക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ പച്ചമുളക് കുറയ്ക്കുക, എരിവ് നിങ്ങളുടെ കണക്കനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ രണ്ടും ചേർക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി എരിവും കാണും, എന്നാൽ വലിയ എരിവും കാണുകയില്ല, നിറവും കിട്ടും. ഇതിലിപ്പോൾ ഞാൻ ഒഴിക്കാൻ പോകുന്ന തേങ്ങാപ്പാലാണേ. ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടാന്ന് വിചാരിച്ചു. തേങ്ങ ഇത്രയും വില കൊടുത്ത് മേടിച്ചേച്ച് തേങ്ങാക്കൊത്ത് മുഴുവൻ കളയുക, പാല് മാത്രം എടുക്കുക, അങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഒരു നഷ്ടമല്ലേ എന്നൊക്കെ ചിന്തിക്കുവാന്നേൽ ഒരു കാര്യം ചെയ്തു. ഈ തേങ്ങ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല മഷി പോലെ, പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല മഷിയായിട്ട് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തേച്ച് ഈ അരപ്പിനകത്തോട്ട് ചേർത്താൽ നമുക്ക് ആ നഷ്ടം തേങ്ങ ഇത്രയും പോയല്ലോ എന്നുള്ളൊരു പ്രയാസമില്ല. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ചാലേ ഒക്കത്തുള്ളൂ, അല്ല വേറൊന്നും നമുക്ക് ഒഴിക്കാൻ ഒക്കുകയില്ല. പക്ഷേ ഞാൻ രണ്ട് ഓപ്ഷനും പറയുക, നല്ല മഷിയായിട്ട് അരച്ച് ചേർത്താലും നല്ലയാ, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയൊക്കെ പൊളിക്കാനാണ് ഒരു ഇച്ചിരി പാട്, അതുകൊണ്ട് എളുപ്പത്തിന് നമുക്ക് സവാള എടുത്താൽ മതി. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ചെറിയ ഉള്ളിക്കാണ്. ഇതിപ്പോൾ എൻ്റെ അടുക്കളയിൽ ഈ പറഞ്ഞ പോലെ ഫുള്ളും ചെറിയ ഉള്ളി ഇല്ല അത്രയും എടുക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പം എല്ലായിടത്തും എപ്പോഴും ചെറിയ ഉള്ളി സ്റ്റോക്ക് കാണുകയല്ല. ഈ പറഞ്ഞ എൻ്റെ വീട്ടിലാണെങ്കിലും പെട്ടെന്ന് ഒന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഉള്ളി കാണുകയല്ല. അന്നേരം ഞാനും ചെയ്യുന്ന ഒരു കാര്യമായി, സവാള എടുത്തേച്ച് ഒരു മീൻകറി വെക്കുമോ, അല്ലെങ്കിൽ എന്നാ പറയുക ചെറിയ ഉള്ളി വെക്കേണ്ടടുത്ത് തന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ എല്ലാം എടുക്കും, സവാള വെച്ച് ചെയ്യത്തേ ഉള്ളൂ. ഉള്ളി നല്ല വാടിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, മൂത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിക്കകത്ത് മുഴുവൻ ഈ ഉള്ളി ഇങ്ങനെ ചാറെടുക്കുമ്പോഴത്തേക്ക് കാണും. അത് വേണ്ട, അത് കാണാനൊരു രസമില്ല. ഓക്കെ, ഇപ്പോൾ ഉള്ളി നോക്കിയാൽ ഏകദേശം അങ്ങ് നല്ലോണം മൊരിഞ്ഞു. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്തോട്ട് തക്കാളി ഇടുവാണ്. തക്കാളി പഴുത്ത തക്കാളിയാണ്, അതിനകത്താകുമ്പം അത് എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനകത്ത് ഇനിയിപ്പോൾ എന്താ പറയുക നാടൻ തക്കാളി ഉണ്ട്, അല്ലാത്ത തക്കാളി ഉണ്ടെന്ന് പറയും. പക്ഷേ നമുക്കിപ്പം ഇന്നത് നാടൻ തക്കാളിക്കാണ് ടേസ്റ്റ് കൂടുതൽ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നതല്ലേ ഇടാനൊക്കത്തുള്ളൂ. ടേസ്റ്റ് കൂടുതലിൻ്റെ കാര്യവും കൂടെ ഞാൻ പറഞ്ഞു പോകുന്നതിനാന്ന് വെച്ചാൽ അത് കിട്ടുവാന്നേൽ അതിട്ടേച്ചാലും മതി. ഇനി തക്കാളി ഉണ്ടല്ലോ നല്ലോണം ഒന്ന് ഇങ്ങനെ എന്താ പറയുക മാഷ് ആവുകയല്ല, ഇതൊന്ന് സോഫ്റ്റ് ആവണം. തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചേർക്കുന്നത് കുടംപുളിയല്ല, വാളംപുളിയാണ്, അതായത് നമ്മുടെ സാമ്പാറിൻ്റെ പിഴിപ്പുളി അതാ ചേർക്കുന്നത്. തക്കാളിയിലും പുളിയും ഉണ്ട്, അപ്പോൾ മറ്റേത് ചേർക്കുമ്പോഴും ഒന്ന് നോക്കിയേച്ച് വേണം ചേർക്കാനേ. ഈ തീ ഒരിച്ചിരി കുറച്ച് വെച്ച് ഞാൻ പൊടിയെല്ലാം ചേർക്കാൻ പോവാം. എന്നാന്നറിയോ, ഇപ്പം അതിനകത്ത് നമ്മുടെ ചട്ടി നോക്കിയാലറിയാം നല്ല അസൽ എണ്ണയുണ്ട്, തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങുക. അന്നേരം ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ പൊടി ഒന്ന് വേവാനായിട്ട് ഇത് സഹായിക്കുവേ. അതുകൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് സാദാ മുളക് പൊടിയാണ്, അതപ്പോൾ ഇച്ചിരി എരിവ് കൂടുതലാണ്. അന്നേരം ഞാൻ 1 സ്പൂണേ എടുത്തുള്ളൂ. ഇനി ഏതാ വേണ്ടേ, കാശ്മീരി മുളക് പൊടി, അതാകുമ്പോൾ 2 സ്പൂൺ, നിറവും കിട്ടും, അതിനൊരു കൊഴുപ്പും ഉണ്ടാവും. ഇത് ശരിക്കും മറ്റേ മുളക് പൊടി ഇടുന്നതിനെക്കാട്ടി ഇച്ചിരി കൊഴുപ്പും കൂടെ ഉണ്ട് കേട്ടോ. മീൻകറിക്ക് എപ്പോഴും ഒരു ഇച്ചിരി ഉപ്പും എരിവും പുളിയും നിറവും ഇതെല്ലാം വേണം. ഇതിനകത്തോട്ട് ഒരിച്ചിരി മല്ലിപ്പൊടി, കണ്ടോ ഇപ്പം എണ്ണ നോക്കിയേ, ആ പൊടിയെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് കരിഞ്ഞു പോകത്തില്ല പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കണ്ട, ആ തക്കാളിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ധാരാളം മതിയാവും. ഇനി ഇത് ഇച്ചിരി ഒന്ന് മൂക്കട്ടെ. ആ സമയത്ത് നമ്മുടെ അതേണ്ട പിഴിപുളിയില്ലേ അത് കുറച്ചെടുക്കുക. പുളി നോക്കിയേച്ചേ ഒഴിക്കാവുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മീൻ തിളച്ചേച്ച് നമുക്ക് തക്കാളിയുടെയും ഈ പുളി ഒഴിക്കുന്നതിൻ്റെ പുളിയെല്ലാം ഉണ്ടാവും. പിന്നെ നോക്കിയിട്ട് മീൻ തിളച്ച് അതിൽ ഉപ്പും പുളിയെല്ലാം പിടിച്ചതിന് ശേഷം പിന്നെ ചാറിൽ പുളി പോരാൻ തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഒഴിച്ച് വെച്ചാൽ മതിയേ. ഇതെന്തായാലും കളയുന്നില്ല, ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാമല്ലോ.
ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പൂടെ ഇടുക. ഇതുവരെ നമ്മൾ ഉപ്പിട്ടില്ലേ. ഓക്കെ, നമ്മുടെ ഇട്ട പൊടിയെല്ലാം മൂത്തു, ആ മസാല മൂത്ത മണം വരുന്നുണ്ട്. ഇനി അത് ആ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇട്ടാലുള്ള ഒരു കുഴപ്പം എന്നാണെന്നറിയോ, ആ കരിച്ചോവ് വരും. ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം, അതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഉപ്പും പുളി എരിവ് ഇത് എല്ലാം ഇപ്പോൾ ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ അഥവാ ഇച്ചിരി ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് കുറവാന്നേൽ പുളി ഇപ്പോൾ ഒഴിക്കാം, ഉപ്പും ഇടാം. പക്ഷേ മുളക് പൊടി ചേർക്കുവാന്നേൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ആ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വേണം ഇതിനകത്ത് ചേർക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ചച്ചോവ വരും. പച്ചച്ചോവ വന്ന് ഏത് കറി നമ്മൾ ഉണ്ടാക്കുവാന്നേലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിയുടെ എന്താ പറയുക, തീരുന്നിടം വരെ എല്ലാവരും കുറ്റവും പറയും, ആ കറിക്ക് ഒരു കുത്തലും ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ സമയത്ത് നോക്കാം. പക്ഷെ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുമ്പോൾ ഉണ്ടല്ലോ, മീനെ പിടിക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇതേണ്ട നമ്മൾ തേങ്ങാപ്പാൽ നല്ല അസലായിട്ട് തിളച്ചിട്ട് മീനിട്ട് വെന്താൽ മാത്രം മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന് 2 ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് ഈ സമയത്ത് തേങ്ങ അരച്ച് ഞാൻ പറഞ്ഞില്ലേ മഷി പോലെ ചേർക്കാവുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീനിടുക. മീനിട്ട് നല്ല വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, മീനിട്ട് നല്ല വറ്റി കഴിയുമ്പോൾ 1ാം പാൽ ഒഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 1ാം പാൽ കട്ടിക്കെടുത്തിട്ട് നിറച്ച് കട്ടിക്കെടുത്തിട്ട് അതൊഴിച്ച് ആ പാലിന് വേണ്ടി മാത്രം മീൻ വേവിച്ചാലും മതി. അപ്പോൾ 3 ഓപ്ഷൻസ് ആയേ. ഇതിലേതാ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ വേണ്ട നമ്മുടെ മീൻകറി നല്ല വെട്ടി തിളച്ചു. ഇനി ഞാൻ എന്താ മീൻ ഇടുക. ഈ മീൻകറി പിന്നെ ഏത് മീൻ കിട്ടിയാലും ചെയ്യാവുന്നതേ ഉള്ളൂ. ദശകട്ടിയുള്ള എല്ലാ മീനുകളും ചെയ്യാം. മീൻ ഇട്ട പുറകെ കുറച്ച് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇളക്കുകയില്ല. ഓക്കെ, ഞാൻ മീൻ ഇട്ടു, അതിനെ ഒന്ന് ഇളക്കി ആ ചാറിനകത്തോട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒന്ന് വറ്റിക്കാനായി. ഇനിയിപ്പോൾ ഈ ഒരു പാല് മാത്രം ഉപയോഗിക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്തു, തിളച്ച് വെച്ച് മീനിൻ്റെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് ഇച്ചിരി സിമ്മാക്കി വെച്ചോ. അന്നേരം ആ വെള്ളത്തിൽ തന്നെ കിടന്നൊന്ന് വെന്ത് വറ്റും. നമുക്ക് അത്രയും മതിയെങ്കിൽ ഒരു നേരം എടുക്കാനുള്ളതാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 4 ഓപ്ഷൻസായി. ഇപ്പം തന്നെ 4 ഓപ്ഷൻസ് പറഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഇത്രയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇനി ഇപ്പം മീൻ കറിയിലിട്ട് കൂടുതൽ പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ നോക്കുകയല്ല.